പ്രസംഗത്തിന് ഞാൻ തിരിയുന്നില്ല. സഹായങ്ങളും സംരക്ഷണവും വായനയ്ക്ക് വഴി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ എന്റെ സഖാക്കൾക്കൊപ്പം ഈ നാട്ടിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. തീർച്ചയായും കേപ്പിയുടെ ചരമദിനത്തിൽ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ വിഷയമാണ് ഇന്ന് ഈ യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർക്സിസത്തിന്റെ പ്രസക്തി. കുറേയേറെ കാര്യങ്ങൾ സഖാവ് വിധിച്ചറിയാൻ അധ്യക്ഷൻ ഒക്കെ ഇവിടെ പറഞ്ഞു. ഇനിയിപ്പോ അതിന്റെ ആ വിഷയത്തിന്റെ അഗാധതകളിലേക്ക് കടന്നു പോകാൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. കമ്മ്യൂണിസത്തിനെതിരായി അതിശക്തമായ കടന്നാക്രമണം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ആക്രമണത്തിന് വേണ്ടി ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസം, ഈ പ്രയോഗങ്ങൾക്കൊക്കെ പ്രത്യേകം അർത്ഥതലങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നയാളാണ്. പക്ഷെ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാകണമെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രം പോരാ. കമ്മ്യൂണിസ്റ്റ് ആശയ സംഹിതകളിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലി കൂടി സ്വീകരിക്കുന്നയാളെ കമ്മ്യൂണിസ്റ്റുകാരനാവും. അങ്ങനെ നോക്കുമ്പോ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടിയിലെ അംഗങ്ങളെ പൂർണ്ണ കമ്മ്യൂണിസ്റ്റുകാരാക്കി മാറ്റുന്നതിന് ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ ഒക്കെയാണ് പാർട്ടി ചുമതലപ്പെട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അതൊരാശയ സംഹിതയാണ്. അതൊരു പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതി ഇന്നും വരെ ലോകത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് രാഷ്ട്രീയമാണ്. അങ്ങനൊരു വ്യവസ്ഥിതി ഈ മണ്ണിൽ സ്ഥാപിച്ചെടുക്കാമെന്ന ശാസ്ത്രീയമായി തെളിയിച്ച ആളുകളാണ് മാർക്സും ഏംഗൽസും. 1818 ജനിച്ച് 83 65-ാമത്തെ വയസ്സിൽ മരിച്ച കാറൽ മാർക്സ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഏംഗൽസും കൂടി രൂപപ്പെടുത്തിയ സിദ്ധാന്തങ്ങൾ, ആശയങ്ങൾ, അവർ ശാസ്ത്രീയമായ കാര്യങ്ങൾ പരിശോധിച്ചു, സമൂഹത്തെ പരിശോധിച്ചു, സമൂഹത്തിന്റെ വളർച്ച പരിശോധിച്ചു.
ശാസ്ത്രീയമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത, മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ ഈ മണ്ണിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് സ്ഥാപിച്ചു അവർ. അങ്ങനെ ഒരാശയം പറഞ്ഞു പോയാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കണം, ഒരുപോലെ ജീവിക്കണം, അവർ തമ്മിൽ വ്യത്യാസം പാടില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യ ദ്രോഹമല്ലല്ലോ, മനുഷ്യ സ്നേഹമല്ലേ? ഇങ്ങനൊരു കാലം മനുഷ്യകുലത്തിൽ ഉണ്ടായിരുന്ന ഈ സാമൂഹ്യ വളർച്ചയെ കുറിച്ച് അന്വേഷിച്ചപ്പോ എത്തിച്ചേർന്ന വേറൊരു നിഗമനം. ആ കാലത്ത് മനുഷ്യൻ തുല്യനായിരുന്നു, മാനുഷരെല്ലാവരും ഒന്നുപോലെ. നമ്മുടെ മാവേലി നാടിന്റെ സങ്കല്പം, ഓണത്തിന്റെ സങ്കല്പം അങ്ങനെ ഒന്നാണല്ലോ. മാനുഷരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കാലം. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്തൊരു കാലം, ചൂഷണമില്ലാത്ത കാലം, കള്ളത്തരമില്ലാത്ത കാലം, തട്ടിപ്പില്ലാത്ത കാലം, അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണമില്ലാത്ത സഹോദരന്മാരെ പോലെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നൊരു കാലം. ആ കാലത്ത് മനുഷ്യൻ അധ്വാനിക്കുന്ന, സമൂഹത്തിലെ കൂട്ടായി അധ്വാനിക്കുന്ന വിഭവങ്ങൾ തുല്യമായി പങ്കിട്ടവർ ഉപയോഗിച്ചു. ഇല്ലായ്മയും സമൃദ്ധിയും ഒരുപോലെ അവര് അനുഭവിച്ചു അന്നത്തെ മനുഷ്യർ. അങ്ങനെ ഇല്ലായ്മയും സമൃദ്ധിയും ഒരുപോലെ അനുഭവിച്ച ആ കാലഘട്ടത്തെ കാർൽ മാർക്സ് വിളിച്ചത് പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലഘട്ടമെന്നാണ്. പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം. ആ കാലം കൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ആയിരക്കണക്കിന് വർഷങ്ങളാണ് ഓരോ വ്യവസ്ഥയുടെയും നിലനിൽപ്പ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മനുഷ്യന്റെ അധ്വാന ശേഷി വർദ്ധിച്ചു, മനുഷ്യന്റെ ഉത്പാദന കഴിവ് വർദ്ധിച്ചു, അവർക്ക് ആവശ്യമുള്ളതിലധികം സമ്പത്ത് ഉത്പാദിപ്പിക്കാൻ കഴിയും. ആവശ്യത്തിലധികം സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുമ്പോ ആവശ്യത്തിലധികം വരുന്ന സാധനങ്ങൾ കൈയടക്കാൻ ഒരു ന്യൂനപക്ഷം ആളുകൾ ശ്രമിക്കുന്നു. അധികം വരുന്ന സമ്പത്ത് കൈയടക്കിയ ആളുകൾ ഒരു പ്രത്യേക വിഭാഗമായി മാറുന്നു, സമ്പന്നരും ദരിദ്രരുമായി മാറുന്നു. പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം കഴിഞ്ഞുള്ള സാമൂഹിക വ്യവസ്ഥിതിയിലെല്ലാം ഈ രണ്ട് വിഭാഗമുണ്ട്, രണ്ട് വർഗമുണ്ട്. ഈ രണ്ട് വർഗങ്ങൾ തമ്മിൽ താല്പര്യങ്ങളുടെ വൈവിധ്യമുണ്ട്. അടിമത്ത കാലഘട്ടം മനുഷ്യരെ അടിമകളെ പോലെ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു കാലം. ആ അടിമത്ത കാലഘട്ടം എല്ലാ രാജ്യത്തും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ആയിരുന്നില്ല. നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അടിമക്കച്ചവടം നടന്നിട്ടുണ്ട്. ചരിത്ര ഗവേഷകന്മാർ അന്വേഷിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ചിലയിടങ്ങളിലൊന്നും ആ അടിമത്തം അതേപോലെ ആയിരുന്നില്ല. മനുഷ്യനെ ചങ്ങലക്കിട്ട് പണിയെടുപ്പിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടുപുറത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാൾ ക്രൂരമായി അടിമകളെ പോലെ പാവപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്തിരുന്നു. അന്ന് കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഉത്പാദന മേഖല. കാർഷിക മേഖലയിലെ തൊഴിലാണ് പ്രധാനമായി പാവങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഒരു ദിവസം കാളയ്ക്ക് പനി വന്ന അല്ലെങ്കിൽ കിടപ്പിനായി പോയാൽ ആ കാളയ്ക്ക് പോയാൽ മനുഷ്യരെ വെച്ച് കിട്ടുന്ന കാലം. ജന്മിക്കാൻ ഇഷ്ടമല്ലാത്ത അടിയാന് ക്രൂരമായുള്ള ശിക്ഷ. ഈ അടുത്തൊരു നാളിൽ വായിച്ചൊരു ലേഖനത്തിലുള്ള ശിക്ഷ ചാണകക്കുഴിയിൽ ഇറക്കി നിർത്തുക, വെള്ളം കൊടുക്കത്തില്ല. ചാണകം കൈകാര്യം ചെയ്തിട്ടുള്ളവർക്ക് ചാണകം കൂട്ടിയിട്ടിരുന്ന നല്ല ചൂടാണ്. ആ ചാണകക്കുഴിയിൽ മനുഷ്യനെ ഇറക്കി നിർത്തുന്ന ഒരു ശിക്ഷയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാണകക്കുഴിയിൽ മനുഷ്യൻ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വലിച്ചു പുറത്തിടുമ്പോ ആ മനുഷ്യന്റെ ശരീരത്തിൽ തൊലി കാണത്തില്ല.
നരകയാതനയാണ്. മനുഷ്യനോട് ചെയ്യുന്നതാ നമ്മുടെ ഈ നാട്ടിലാണെന്നുള്ളതാ കേരളത്തിൽ. അപ്പൊ അടിമത്ത സമ്പ്രദായത്തിൻ്റെതായിട്ടുള്ള ഒരു ദീർഘമായ കാലഘട്ടം. അത് കഴിഞ്ഞ് വേറെ വ്യവസ്ഥയിലേക്ക് പ്ലൂറലിസത്തിലേക്ക് പോയി, ജന്മിത്ത കാലഘട്ടത്തിലേക്ക് പോയി. ജന്മിത്തം കഴിഞ്ഞ് മുതലാളിത്തത്തിലേക്ക് വന്ന് മുതലാളിത്തം സാമ്രാജ്യത്വത്തിലേക്ക് വളരുകയാണ്. അങ്ങനെ സാമ്രാജ്യത്വത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത സാമൂഹ്യ വളർച്ചയുടെ തൊട്ടടുത്ത ഘട്ടം സോഷ്യലിസമാണ്. ഈ വ്യവസ്ഥിതികൾ തനിയെ മാറിയല്ല പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അടിമത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രക്തരൂക്ഷിതമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് അടിമകൾ ജീവൻ കൊടുത്ത് പോരാടിയിട്ടാക്കി അടിമത്വം അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ അടിമത്വം അവസാനിപ്പിക്കേണ്ടതാണെന്ന മനോഭാവം ലോകത്താകെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ വലിയ സമരങ്ങളിലൂടെയാണ്. ഫ്യൂഡലിസം, അന്നത്തെ നാടുവാഴി മേധാവിത്വം, രാജവാഴ്ച ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് മുതലാളിത്തത്തിലേക്ക് സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ ഫ്രഞ്ച് വിപ്ലവം പോലെയുള്ള വിപ്ലവങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ജീവൻ ബലികൊടുത്തിട്ടുണ്ട്. പതിനായിരക്കണക്കിന് ആളുകൾ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. രക്തരൂക്ഷിതമായ സമരം. ആ സമരങ്ങളിൽ അന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൽ രാജവംശത്തിൽപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്ന് ഓരോരുത്തരെ കൊല്ലാൻ പുതിയ യന്ത്രം ഉണ്ടാക്കിയവർ, ഗില്ലറ്റിൻ. അപ്പോൾ സാമൂഹ്യ പരിവർത്തനങ്ങളുടെ പ്രത്യേക ഘട്ടങ്ങളിൽ ഇത്തരം ഉണ്ടാകുന്ന സമരങ്ങളിലൊക്കെ വലിയ രക്തരൂക്ഷിതമായ സമരങ്ങളായിരുന്നു അതല്ല. അങ്ങനെ സമൂഹം മുമ്പോട്ട് പോകും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോ അതിങ്ങനെ സ്വാഭാവികമായ ഒരു പരിവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് മനുഷ്യ സഹജമായ ഒരു ഗുണമല്ല. മനുഷ്യനെ ചൂഷണം ചെയ്യാത്തൊരു വ്യവസ്ഥ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ലോകത്താദ്യമായി കാരണമല്ല. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വലിയ എല്ലാ മത പ്രവാചകന്മാരും അവരെല്ലാം ഒരർത്ഥത്തിൽ സോഷ്യലിസത്തെ കൊണ്ട് രക്ഷിച്ചത് പാവപ്പെട്ടവർക്ക് വേണ്ടി അവർ പോരാടിയത്. ക്രിസ്തുവായാലും നബിയായാലും നമ്മുടെ ഭാരതത്തിലെ ബുദ്ധനായാലും അവരെല്ലാം പാവങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പോരാടിയവരാണ്. അവരുടേതായ രീതിയിൽ പോരാട്ടം നടത്തിയവരാണ്. അവരും പറഞ്ഞിരുന്ന ഈ ചൂഷണം അവസാനിക്കണം. അങ്ങനെ അവരെല്ലാം ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലെ വിനോബ ഭാവെ, മഹാത്മാഗാന്ധിയുടെ ഉത്തമ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് അവകാശപ്പെട്ടത് ഇത് ആക്രമണമില്ലാത്ത കമ്മ്യൂണിസമാണ് എന്റെ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ പോരാട്ടത്തിന്റെ ആക്രമണം എന്ന് പറയാവുന്ന തരത്തിലുള്ള ചെയ്തികൾ ഒഴിച്ച് ബാക്കിയല്ലേ എനിക്ക് സ്വീകാര്യമാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇവർക്കാർക്കും അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല, നിലവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിനെ കഴിഞ്ഞില്ല. പാവപ്പെട്ടവരോടൊപ്പം നിന്ന് ക്രിസ്തുവിനെ രാജാവാക്കി. നബി പാവപ്പെട്ടവർ മാവിന് വേണ്ടിയാണ് സംസാരിച്ചത്. പണിയെടുക്കുന്നവന്റെ വിയർപ്പ് വന്നതിന് മുമ്പ് അവന്റെ പ്രതിഫലം കൊടുക്കണം. ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അതുപോലെ ഹിന്ദു മതാചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്, ഇവരുടെയൊക്കെ ആശയ സംശയങ്ങളിൽ നമുക്കൊരു തർക്കമില്ല. അവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് നമുക്ക് തർക്കമില്ല, ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ അവരുടെ ജീവിതകാലത്ത് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരുടെ അനുയായികൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ
സിദ്ധാന്തങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ജനങ്ങളാളുകൾ അംഗീകരിക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ഭരണാധികാരികൾ അംഗീകരിക്കുന്നു, ഭരണാധികാരികൾ നടപ്പിലാക്കുന്നു. അങ്ങനെയാ സങ്കല്പം. അങ്ങനെ സങ്കല്പത്തിൽ മാത്രം നിൽക്കുന്ന സോഷ്യലിസം അത് സാങ്കല്പികമാണ്, സാങ്കല്പിക സോഷ്യലിസമാണ്. മാർക്സ് പറയുന്നത് അങ്ങനല്ല. ഈ സോഷ്യലിസം നടപ്പിലാക്കുന്നതിന് ബലപ്രയോഗം നടത്തണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ന്യൂനപക്ഷം മാർക്സ് പറഞ്ഞത് സമൂഹത്തിലെ 90% താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ 90% അവർക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തും സമൃദ്ധിയും സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം 10% ആളുകൾ കൈവശം വെച്ചിരിക്കുക. അവരോട് നമുക്ക് പറയാം, നിങ്ങളുടെ കൈവശം വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ, സമ്പത്ത് ഈ 90% കൂടി അവകാശപ്പെട്ടതാണ്. നിങ്ങൾ വിട്ടുകൊടുക്കണം. നിങ്ങൾ ഇവരെല്ലാം സമന്വയമായി ജീവിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാവണം. നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ 90% അടിച്ചമർത്താനുള്ള അധികാരവും ആയുധങ്ങളും സൈന്യവും പോലീസും എല്ലാം ഈ 10% കൈവശം ഇരിക്കുകയാണ്. ഇങ്ങനെ പറയുന്ന 90% അടിച്ചമർത്താൻ, അവരുടെ ആശയങ്ങളെ തല്ലിക്കെടുത്താൻ, അവരുടെ കൈവശമായ അധികാരം ഉപയോഗിച്ച്, അവരുടെ കൈവശമായ സമ്പത്ത് ഉപയോഗിച്ച്, അവരുടെ മർദ്ദന ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 10% 90% അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചടിക്കേണ്ടി വരും, ചിലപ്പോൾ എല്ലാം തിരിച്ചടിക്കേണ്ടി വരും. ആ 10%-നെതിരായി 90% അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടം സായുധമാവാം, ആവാൻ ഒരു നിർബന്ധമില്ല. സായുധമാവാം, ആവണ്ടേ? പലപ്പോഴും അപ്പുറത്ത് ആയുധങ്ങൾ കുന്നുകൂട്ടി വച്ചിരിക്കുക. അങ്ങനെ സമരം നടത്തി സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നടപ്പിലാക്കാം എന്ന ശാസ്ത്രീയമായി കാർൾ മാർക്സ് വിശകലനം ചെയ്തു സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ ശാസ്ത്രീയ സോഷ്യലിസം എന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രീയ സോഷ്യലിസം എന്നാണ്. അത് നടപ്പിലാക്കുന്നതിന് പരിശ്രമങ്ങൾ പല രാജ്യങ്ങളിൽ നടന്നു. പല രാജ്യങ്ങളിൽ പരാജയപ്പെട്ടു. അങ്ങനെ നടപ്പിലാക്കുന്നതിന് നടത്തിയ പല പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയാൽ ആ സിദ്ധാന്തത്തിന്റെ ശരികളല്ല. ആ സിദ്ധാന്തം നടപ്പിലാക്കുന്നതിന്റെ ചുമതല ഏറ്റെടുത്ത ആളുകളുടെ കുഴപ്പമാണ്. എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തെയും അത് ഏറ്റെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കുഴപ്പമാണ്. അവർക്ക് പറ്റിയ വീഴ്ചകളാണ്. സോവിയറ്റ് യൂണിയൻ 1991 തകർന്ന് തരിപ്പണമായി. രാജ്യം തന്നെ ഭിന്ന ഭിന്നമായി. അവിടുത്തെ വ്യവസ്ഥിതി മാറി. മുതലാളിത്തം തിരിച്ചു വരാൻ തുടങ്ങി 91. അങ്ങനെ 91-ലുണ്ടായ തകർച്ച മാർക്സിസം ലെനിനിസത്തിന്റെ പ്രശ്നമല്ല, ആ സിദ്ധാന്തത്തിന്റെ അപ്രായോഗ്യതയല്ല, ആ സിദ്ധാന്തം പ്രയോഗിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ കടന്നുകൂടിയ പ്രശ്നങ്ങളാണ്. 1980-കളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിക്കുന്ന മുതലാളിത്ത ആശയഗതിക്കാണ്. അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ തകർച്ചയെക്കുറിച്ച് എന്താ പറയുന്നത്? 80-കളിൽ ലോകത്തിലെ മുതലാളിത്തം വലിയ കുഴപ്പത്തിൽ ചാടി.